ഇന്ന് നടന്ന സ്പെഷ്യൽ കാറ്റഗറി കേട്ടറ്റ് മലയാളം പാർട്ട് 3യുടെ ആൻസർ കീ നമുക്കൊന്ന് പരിശോധിക്കാം. ചോദ്യം: ആത്മവിദ്യാ സംഘം രൂപീകരിച്ചതാര്? ഓപ്ഷൻസ്: വാഗ്ഭടാനന്ദൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, പൊയ്കയിൽ കുമാരഗുരുദേവൻ, അയ്യ വൈകുണ്ഠസ്വാമികൾ. ഇതിൽ ആൻസർ ഓപ്ഷൻ എ ആണ്, വാഗ്ഭടാനന്ദൻ. ചോദ്യം 72: തിങ്കളല്ലിതു വെൺഗംഗ പങ്കജം വികസിച്ചത്. ഈ വരിയിലെ അലങ്കാരം ഏത്? അപജ്ഞുതി, ഉൽപ്രേക്ഷ, നിദർശന, സസന്ദേഹം. ആൻസർ ഓപ്ഷൻ സി, നിദർശന. 73 ചോദ്യം: വാചകങ്ങളിൽ നിന്ന് പരിണാമം സംഭവിച്ചുണ്ടായ ദ്യോതകത്തിൻ്റെ പേര്. വാചകം 2 വിധമാണെന്ന് നമുക്കറിയാം, ശബ്ദം 2 വിധമാണെന്ന് നമുക്കറിയാം, വാചകമെന്നും ദ്യോതകമെന്നും. വാച്യമായ ഒരർത്ഥമുള്ളത് വാചകമെന്നും വാച്യമായ ഒരർത്ഥമില്ലാത്തത് ദ്യോതകമെന്നും പറയുന്നു. ദ്യോതകത്തെ വീണ്ടും 2ആയി തിരിക്കുന്നു, നിപാതം എന്നും അവ്യയമെന്നും. ജന്മനാ ദ്യോതകങ്ങളായവയാണ് നിപാതം. ജന്മനാ ദ്യോതകങ്ങളാവുകയും അവയ്ക്ക് പരിണാമം സംഭവിക്കുകയും ചെയ്തവയാണ് അവ്യയം. അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ നമ്മുടെ ആൻസർ ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻസ്: അവ്യയം, നിപാതം, സമുച്ചയം, വികല്പം. ആൻസറായിട്ട് വരുന്നത് ഏതാണ്? വാചകങ്ങളിൽ നിന്ന് പരിണാമം സംഭവിച്ചുണ്ടായ ദ്യോതകത്തിൻ്റെ പേരാണ് അവ്യയം. ആൻസർ ഓപ്ഷൻ എ. 74: അനുമതിവാദം ആരുടേതാണ്? ഓപ്ഷൻസ്: ഭട്ടലുല്ലുടൻ, ശ്രീ ശങ്കുകൻ, ഭട്ടനായകൻ, അഭിനവഗുപ്തൻ. അനുമതിവാദം അഭിനവഗുപ്തൻ്റെയാണ്. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 75 ചോദ്യം: പുത്തൻ കലവും അരിവാളും ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ്? ഓപ്ഷൻസ്: നോവൽ, നാടകം, കവിത, ചെറുകഥ. പുത്തൻ കലവും അരിവാളും എന്നുള്ളത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിത വിഭാഗത്തിൽപ്പെടുന്നതാണ്. ആൻസർ ഓപ്ഷൻ സി. 76 ചോദ്യം: ദാരിദ്ര്യമെന്നുള്ളതറിഞ്ഞവർക്കേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ. ഈ വരികൾ ഏത് കൃതിയിലേതാണ്? ഓപ്ഷൻസ്: സഭാപ്രവേശം, ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം, ഹരിണി സ്വയംവരം, കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. ദാരിദ്ര്യമെന്നുള്ളതറിഞ്ഞവർക്കേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ. ഇത് കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ്. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, സഭാപ്രവേശം. അടുത്ത ക്വസ്റ്റ്യൻ 77: നന്നു നന്നേ തിരുവരങ്ക, ഇത്ര നാളുമേ തിരുവരങ്ക, പണ്ട് ഞാനോ നിന്നെ തോറ്റി, ഇപ്പം നീയോ നമ്മയുണർത്തി. ഈ വരികൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? മണ്ണാർപ്പാട്ടുകൾ, പാണർപ്പാട്ടുകൾ, വേലർപ്പാട്ടുകൾ, കെന്ത്രാൻ പാട്ടുകൾ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി. 77 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി, പാണർപ്പാട്ടുകൾ. 78: എം ടി വാസുദേവൻ നായരുടെ തിരക്കഥകൾ മാത്രം വരുന്നത് ഏത്? ഓപ്ഷൻസ്: എ ഓപ്ഷൻ ഏതൊക്കെയാണ്? നിർമാല്യം, പ്രയാണം, അമൃതം ഗമയ, ആരണ്യകം. ഓപ്ഷൻ ബി: നിർമാല്യം, ബന്ധനം, വാരിക്കുഴി, ഓപ്പോൾ. ഓപ്ഷൻ സി: ഓപ്പോൾ, പെരുന്തച്ചൻ, നവംബറിൻ്റെ നഷ്ടം, പരിണയം. ഓപ്ഷൻ ഡി: പരിണയം, നക്ഷതങ്ങൾ, നൊമ്പരത്തിപ്പൂവ്, പഞ്ചാഗ്നി. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്.
ഓപ്ഷൻ എ എന്താണ്? എം ഡിയുടെ ഏതൊക്കെ കൃതികളാണ് തിരക്കഥകളായി വന്നത്? നിർമാല്യം, പ്രയാണം, അമൃതം ഗമയ, ആരണ്യകം. ഈ 4 കൃതികളാണ് തിരക്കഥകളായിട്ട് വന്നത്. ആൻസർ ഓപ്ഷൻ എ. 79ാമത്തെ ചോദ്യം. ചുവടെ തന്നിട്ടുള്ളവയിൽ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംസാര രീതിയിൽ രചിക്കപ്പെട്ടിട്ടുള്ള കൃതി ഏത്? ഓപ്ഷൻസ്: വർത്തമാന പുസ്തകം, ഉദയംപേരൂർ സുനഹദോസ്, സംക്ഷേപ വേദാർത്ഥം, വേദവിഹാരം. ഇതിനകത്ത് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, വർത്തമാന പുസ്തകം. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം കൂടിയാണ് വർത്തമാന പുസ്തകം. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ 80. വാക്കുകളും അവ സൂചിപ്പിക്കുന്ന വസ്തുക്കളും തമ്മിൽ പ്രകൃതിയായുള്ള ബന്ധമില്ലെന്നും കീഴ്വഴക്കം കൊണ്ടുണ്ടാകുന്ന ബന്ധം മാത്രമേ ഉള്ളുവെന്നും സിദ്ധാന്തിച്ചത് ആരാണ്? ഓപ്ഷൻസ് എ ജാക്ക് ദെറീദ, ഓപ്ഷൻ ബി മിഷേൽ ഫ്യൂക്കോ, ഓപ്ഷൻ സി റൊളാങ് ബാർത്ത്, ഓപ്ഷൻ ഡി ഫെർഡിനൻഡ് ദ സൊസൂർ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഫെർഡിനൻഡ് ദ സൊസ്യൂർ. അടുത്ത ക്വസ്റ്റ്യൻ 81. സി വി രാമൻ പിള്ളയുടെ കൃതികളെ സംഭാഷണ ശൈലിയുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് പ്രതിപാത്രം ഭാഷണഭേദം എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഓപ്ഷൻസ്: എൻ വി കൃഷ്ണവാര്യർ, ഗുപ്തൻ നായർ, കെ പി അപ്പൻ, എൻ കൃഷ്ണപിള്ള. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ എൻ വി കൃഷ്ണവാര്യർ. 82ാമത്തെ ക്വസ്റ്റ്യൻ. കുറിയേടത്ത് താത്രിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ലളിതാംബിക അന്തർജനം എഴുതിയ കഥ ഏത്? ഓപ്ഷൻസ്: പെൺബുദ്ധി, മനുഷ്യപുത്രി, പ്രതികാരദേവത, ഋതുമതി. ആൻസർ ഓപ്ഷൻ ബി മനുഷ്യപുത്രി. ഓപ്ഷൻ ബി മനുഷ്യപുത്രി. 83ാമത്തെ ക്വസ്റ്റ്യൻ. പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ്: എന്നെ തിരയുന്ന ഞാൻ, കവിയുടെ കാൽപ്പാടുകൾ, നിത്യകന്യകയെ തേടി, കാവ്യലോക സ്മരണകൾ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി കാവ്യലോക സ്മരണകൾ. ആദ്യത്തെ 3 ഓപ്ഷനും പി കുഞ്ഞിരാമൻ നായരുടെ കൃതികളാണ്. ഓപ്ഷൻ ഡി വൈലോപ്പിള്ളിയുടെ കവിതയാണ്, വൈലോപ്പിള്ളിയുടെ കൃതിയാണ് കാവ്യലോക സ്മരണകൾ. അത് പി കുഞ്ഞിരാമൻ നായരുടേത് അല്ല. 84ാമത്തെ ചോദ്യം. പാക്ഷിക വിനയച്ചത്തിന് ഉദാഹരണമേത്? ഓപ്ഷൻസ്: നൽകവേ, നൽകാൻ, നൽകുക, നൽകുകിൽ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി നൽകുകിൽ. പാക്ഷിക വിനയച്ചം നൽകുകിൽ. 85ാമത്തെ ചോദ്യം. ദുരന്ത നാടകത്തിൻ്റെ ആത്മാവെന്ന് അരിസ്റ്റോട്ടിൽ വിളിച്ചത് എന്തിനെയാണ്? ഓപ്ഷൻസ് എ കഥാപാത്രങ്ങൾ, ഓപ്ഷൻ ബി ശബ്ദവിന്യാസം, ഓപ്ഷൻ സി ഇതിവൃത്തം, ഓപ്ഷൻ ഡി വിചാരാംശം. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ഇതിവൃത്തം. ഓപ്ഷൻ സി ഇതിവൃത്തം. 86. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ ദ വെജിറ്റേറിയൻ എന്ന നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാര്? ഓപ്ഷൻസ്: സി വി ബാലകൃഷ്ണൻ, എം ജി സുരേഷ്, ഫാത്തിമ ഇ വി, സി ദേവിക. ആൻസറായിട്ട് വരുന്നത് ദ വെജിറ്റേറിയൻ എന്ന നോവല് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് എം ജി സുരേഷ് ആണ്. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി. അടുത്തത് 87ാമത്തെ ചോദ്യം. കണ്ണാടി കാൺമോളവും തന്നെ മുഖമേറ്റം നന്നെന്നു നിരൂപിക്കുമെത്രയും വിരൂപന്മാർ. ഈ വാക്കുകൾ ആര് ആരോട് പറയുന്നതാണ്? ഓപ്ഷൻസ്: ഗാന്ധാരി കൃഷ്ണനോട്, കുന്തി ധർമ്മപുത്രരോട്, ശകുന്തള ദുഷ്യന്തനോട്, ദമയന്തി നളനോട്.
ആൻസർ ഓപ്ഷൻ ബി കുന്തി ധർമ്മപുത്രരോട് പറയുന്നതാണ്. കണ്ണാടി കാൺമോളവും തന്നുടെ മുഖമേറ്റം നന്നെന്നു നിരൂപിക്കും എത്രയും വിരൂപന്മാർ. ഈ വാക്കുകൾ കുന്തി ധർമ്മപുത്രരോട് പറയുന്നതാണ്. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി. 88ാമത്തെ ചോദ്യം, ആദിമലയാളം, മധ്യമലയാളം, നവീന മലയാളം എന്നിങ്ങനെ ഘട്ടവിഭജനം നടത്തിയതാര്? ആൻസർ ഓപ്ഷൻസ് പി ഗോവിന്ദപിള്ള, ആർ നാരായണപ്പണിക്കർ, പി ശങ്കരൻ നമ്പ്യാർ, എ ആർ രാജരാജവർമ്മ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി പി ശങ്കരൻ നമ്പ്യാർ. പി ശങ്കരൻ നമ്പ്യാർ. 89ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ യോജിക്കാത്തത് ഏത്? ഓപ്ഷൻസ് നവീന നാടകദർശം മടവൂർ ഭാസി, ഓപ്ഷൻ ബി മലയാള നാടക പ്രസ്ഥാനം കാട്ടുമാടം നാരായണൻ, ഓപ്ഷൻ സി മലയാള നാടക സാഹിത്യ ചരിത്രം ജി ശങ്കരപ്പിള്ള, ഓപ്ഷൻ ഡി പൗരസ്ത്യ നാടക ദർശനം പുത്തൻകാവ് മാത്തൻ തരകൻ. ഇതിനകത്ത് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, മലയാള നാടക സാഹിത്യ ചരിത്രം ജി ശങ്കരപ്പിള്ള. 90ാമത്തെ ചോദ്യം, ലീലാതിലകത്തിൽ ഭാഷാസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എത്രാമത്തെ ശില്പത്തിലാണ്? ഓപ്ഷൻസ് 2-ാം ശില്പം, 7-ാം ശില്പം, 5-ാം ശില്പം, 3-ാം ശില്പം. ആൻസറായിട്ട് വരുന്നത് 3-ാം ശില്പം ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 91ാമത്തെ ചോദ്യം, മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന നോവൽ എഴുതിയതാര്? ഓപ്ഷൻസ് ഷെൽവി, ബെന്യാമിൻ, കസാൻദസാക്കീസ്, കെ ആർ മീര. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ബെന്യാമിൻ. മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന കൃതിയുടെ രചയിതാവ് ബെന്യാമിൻ. 92ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഗുണ്ടർട്ട് എഴുതിയ നിഘണ്ടുവിൻ്റെ പേര്? ഓപ്ഷൻസ് മലയാളം മലയാളം നിഘണ്ടു, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു, മലയാളം സംസ്കൃതം നിഘണ്ടു, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. ഇതിനകത്ത് ഗുണ്ടർട്ട് എഴുതിയ നിഘണ്ടുവിൻ്റെ പേരാണ് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു. 93, ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ഓപ്ഷൻസ് രസഗംഗാധരം ജഗന്നാഥ പണ്ഡിതർ, കാവ്യാദർശം മമ്മടഭട്ടൻ, ധന്യാലോകം വിശ്വനാഥൻ, സാഹിത്യദർപ്പണം ദണ്ഡി. ഇതിലേതാണ് ശരിയായി വന്നിരിക്കുന്നത്? ആൻസറായിട്ട് വരുന്നത് രസഗംഗാധരം ജഗന്നാഥ പണ്ഡിതർ. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്, രസഗംഗാധരം ജഗന്നാഥ പണ്ഡിതർ. 94ാമത്തെ ചോദ്യം, കുമാരനാശാൻ്റെ കവിതകളെക്കുറിച്ച് കെ എം ഡാനിയൽ രചിച്ച പഠനഗ്രന്ഥം ഏത്? ഓപ്ഷൻസ് നളിനി എന്ന കാവ്യശില്പം, വീണപൂവ് കൺമുമ്പിൽ, ആശാൻ നവോത്ഥാനത്തിൻ്റെ ശില്പി, ഓപ്ഷൻ ഡി ആശാൻ നിഴലും വെളിച്ചവും. ഇതിനകത്ത് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി വീണപൂവ് കൺമുമ്പിൽ. കുമാരനാശാൻ്റെ കവിതകളെക്കുറിച്ച് കെ എം ഡാനിയൽ രചിച്ച പഠനഗ്രന്ഥമാണ് വീണപൂവ് കൺമുമ്പിൽ. 95ാമത്തെ ചോദ്യം, മൂലദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്ന് വാദിച്ചത് ആരാണ്? ഓപ്ഷൻസ് കോവണ്ണി നെടുങ്ങാടി, റവറൻ കാൾഡ്വെൽ, ആറ്റൂർ കൃഷ്ണപിഷാരടി, എൽ വി രാമസ്വാമി അയ്യർ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, റവറൻ കാൾഡ്വെൽ. മൂലദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്ന് വാദിച്ചത് റവറൻ കാൾഡ്വെൽ. 96ാമത്തെ ചോദ്യം, സി എൽ ആൻ്റണി അവതരിപ്പിക്കുന്ന സംക്രമണഘട്ടം ഏതു മുതൽ ഏതുവരെയുള്ള നൂറ്റാണ്ടുകളാണ്? ഓപ്ഷൻസ് എ ഡി 7 മുതൽ 16 വരെ, ഓപ്ഷൻ ബി എ ഡി 9 മുതൽ 17 വരെ, ഓപ്ഷൻ സി
AD 6 മുതൽ 14 വരെ. ഓപ്ഷൻ ഡി AD 9 മുതൽ 13 വരെ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, AD 9 മുതൽ 17 വരെ. 9 മുതൽ 17 വരെ. അടുത്തത് 97-ാമത്തെ ചോദ്യം. അച്ഛനും മകളും, ചിന്താവിഷ്ടയായ സീത, കർണഭൂഷണം എന്നീ ഖണ്ഡകാവ്യങ്ങളെ പഠനവിധേയമാക്കുന്ന കൃതി ഏത്? ഓപ്ഷൻസ്: മാറ്റൊലി, അന്തരീക്ഷം, മാനദണ്ഡം, സാഹിത്യ സമീക്ഷ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, അന്തരീക്ഷം. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ 3 പേരുടെ കൃതികളാണ് ഇവിടെ പഠനവിധേയമാക്കിയത് അന്തരീക്ഷം എന്ന കൃതിയിൽ. 98-ാമത്തെ ചോദ്യം. ചുവടെ തന്നിട്ടുള്ളവയിൽ VC ശ്രീജൻ്റെ പഠനം ഏത്? ഓപ്ഷൻസ്: മഹാപീഡനകാലത്തിൻ്റെ തടവറയിൽ. ഓപ്ഷൻ ബി, നോവലിൻ്റെ കലയിലെ വഴിമാറി നടപ്പ്. ഓപ്ഷൻ സി, ഇന്ദുലേഖ രൂപവും പ്രത്യയശാസ്ത്രവും. ഓപ്ഷൻ ഡി, കുറത്തി ഒരു അർത്ഥാന്തരന്യാസം. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ, മഹാപീഡനകാലത്തിൻ്റെ തടവറയിൽ. VC ശ്രീജൻ്റെ പഠനകൃതിയാണ്. അടുത്തത് 99-ാമത്തെ ചോദ്യം. മധ്യകാലത്തിന് മുമ്പുള്ള തമിഴിൽ നിന്ന് പരിവർത്തനപ്പെടുന്ന നിലയിലാണ് കേരള ശാസനങ്ങളുടെ നില എന്നഭിപ്രായപ്പെട്ടത്. മധ്യകാലത്തിന് മുമ്പുള്ള തമിഴിൽ നിന്ന് പരിവർത്തനപ്പെടുന്ന നിലയിലാണ് കേരള ശാസനങ്ങളുടെ നില എന്നഭിപ്രായപ്പെട്ടത്. ഓപ്ഷൻസ്: AC ശേഖർ, K ഗോദവർമ്മ, ഇളംകുളം കുഞ്ഞൻപിള്ള, LV രാമസ്വാമി അയ്യർ. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, K ഗോദവർമ്മ. അടുത്തത് 100-ാമത്തെ ചോദ്യം. ദളിതൻ, എതിര് എന്നീ രചനകൾ യഥാക്രമം ആരുടെയൊക്കെയാണ്? ഓപ്ഷൻസ്: M കുഞ്ഞാമൻ, KK കൊച്ച്. ഓപ്ഷൻ ബി, KK കൊച്ച്, പ്രദീപൻ പാമ്പിരിക്കുന്ന്. ഓപ്ഷൻ സി, കവിയൂർ മുരളി, പ്രദീപൻ പാമ്പിരിക്കുന്ന്. ഓപ്ഷൻ ഡി, KK കൊച്ച്, M കുഞ്ഞാമൻ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, KK കൊച്ച്, M കുഞ്ഞാമൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 101-ാമത്തെ ചോദ്യം. നളചരിതം ആട്ടക്കഥയ്ക്ക് സഹൃദയരഞ്ജിനി എന്ന വ്യാഖ്യാനം രചിച്ചതാര്? ഓപ്ഷൻസ്: AR രാജരാജവർമ്മ, R നാരായണപ്പണിക്കർ, MH ശാസ്ത്രി, ദേശമംഗലത്ത് രാമവാര്യർ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി, MH ശാസ്ത്രി. MH ശാസ്ത്രി. 102-ാമത്തെ ചോദ്യം. രസം ഏവ വസ്തുത ആത്മ എന്ന് അഭിപ്രായപ്പെട്ടതാര്? ഓപ്ഷൻസ്: ആനന്ദവർദ്ധനൻ, അഭിനവഗുപ്തൻ, ഭാമഹൻ, ജഗന്നാഥ പണ്ഡിതൻ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, അഭിനവഗുപ്തൻ. 103-ാമത്തെ ചോദ്യം. ആ രാത്രി ചേരാറായി വാസരശ്രീയോട് സൂരജവിണ്ണാറോടെന്ന പോലെ എന്നാരംഭിക്കുന്ന ഉള്ളൂരിൻ്റെ കാവ്യമേതാണ്? ആ രാത്രി ചേരാറായി വാസരശ്രീയോട് സൂരജവിണ്ണാറോടെന്ന പോലെ. ഈ വരികൾ ആരംഭിക്കുന്നത് ഉള്ളൂരിൻ്റെ ഏത് കാവ്യമാണ്? ഓപ്ഷൻസ്: ചിത്രശാല, കർണഭൂഷണം, ഭക്തിദീപിക, ഉമാകേരളം. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, കർണഭൂഷണം. 104-ാമത്തെ ചോദ്യം. നിയോജക പ്രകാരത്തിന് ഉദാഹരണം ഏത്? പറഞ്ഞോളൂ, വന്നേക്കാം, പോകട്ടെ, അറിയണം. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി, പോകട്ടെ. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ.
105 ചോദ്യം. 1937 പൊന്നാനി കർഷക സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കെ ദാമോദരൻ രചിച്ച നാടകം ഏത്? ഇതിനകത്തെ ഓപ്ഷൻസുകളിൽ വ്യത്യാസമുണ്ട്, അത് ശ്രദ്ധിക്കണ്ട. ഓപ്ഷൻസ്: വെളിച്ചം വിളിക്കന്വേഷിക്കുന്നു, പാട്ടബാക്കി, ഇവിടെ മനുഷ്യനാകുന്നു, മുന്നോട്ട്. ഈ 4 ഓപ്ഷനുകളിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, പാട്ടബാക്കി. 106 വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതി എന്ന കഥ പ്രസിദ്ധീകരിച്ച മാസിക ഏത്? ഓപ്ഷൻ: വിദ്യാവിലാസിനി, ഭാഷാപോഷിണി, വിദ്യാവിനോദിനി, മിതവാദി. ഈ 4 ഓപ്ഷനുകളിൽ ഞാൻ പറഞ്ഞ 4 ഓപ്ഷനുകളിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി, വിദ്യാവിനോദിനി. അടുത്ത 107 ചോദ്യം. അർത്ഥാന്തരന്യാസം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻസ്: സാമ്യോക്തി, അതിശയോക്തി, ശ്ലേഷോക്തി, വാസ്തവോക്തി. ഓപ്ഷൻസ് ഒന്നുകൂടി പറയാം: സാമ്യോക്തി, അതിശയോക്തി, ശ്ലേഷോക്തി, വാസ്തവോക്തി. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി, ശ്ലേഷോക്തി. ഓപ്ഷനായിട്ട് വരുന്നത് ശ്ലേഷോക്തി. 108 ചോദ്യം. കെ പി അപ്പന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? ഓപ്ഷൻസ്: തിരസ്കാരം, ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു, മധുരം നിൻ്റെ ജീവിതം, ഉത്തരാധുനികത, ചരിത്രവും വംശാവലിയും. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി, മധുരം നിൻ്റെ ജീവിതം. അടുത്തത് 109 ചോദ്യം. ചുവടെ തന്നിരിക്കുന്നവയിൽ രാജ്യസമാചാരം എന്ന പ്രസിദ്ധീകരണത്തിന് കൂടുതൽ യോജിച്ചത് ഏത്? ഓപ്ഷൻസ്: പാശ്ചാത്യ ശാസ്ത്ര വിജ്ഞാനത്തിന് മാത്രം ഊന്നൽ നൽകി. ഓപ്ഷൻ ബി: നാട്ടുഭാഷയുടെ പരിപോഷണത്തിന് മാത്രം ലക്ഷ്യം വെച്ചു. ഓപ്ഷൻ സി: ദൈവരാജ്യത്തിലെ സമാചാരങ്ങൾക്ക് പ്രാധാന്യം നൽകി. ഓപ്ഷൻ ഡി: സാഹിത്യകൃതികളുടെ നിരൂപണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ, പാശ്ചാത്യ ശാസ്ത്ര വിജ്ഞാനത്തിന് മാത്രം ഊന്നൽ നൽകി. അടുത്തത് 110 ചോദ്യം. കവികൾ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും അർത്ഥപുഷ്ടിക്കായി തന്നെയാണ് മനസ്സ് വയ്ക്കേണ്ടതും യത്നിക്കേണ്ടതുമെന്ന് അഭിപ്രായപ്പെട്ടതാര്? ഓപ്ഷൻസ്: പി കെ നാരായണപിള്ള, കേസരി ബാലകൃഷ്ണപിള്ള, സി പി അച്യുതമേനോൻ, കുട്ടിക്കൃഷ്ണമാരാർ. ഓപ്ഷൻസ് ഒന്നുകൂടി പറയാം: പി കെ നാരായണപിള്ള, കേസരി ബാലകൃഷ്ണപിള്ള, സി പി അച്യുതമേനോൻ, കുട്ടിക്കൃഷ്ണമാരാർ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, കേസരി ബാലകൃഷ്ണപിള്ള. 111 കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? ഓപ്ഷൻസ്: കെ പി കേശവ മേനോൻ, പുത്തെഴുത്ത് രാമൻ മേനോൻ, ഡോക്ടർ പി കെ നാരായണപിള്ള, സർദാർ കെ എം പണിക്കർ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി, ഡോക്ടർ പി കെ നാരായണപിള്ള. 112 ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ അർത്ഥസമവൃത്തം ഏത്? ഓപ്ഷൻസ്: വസന്തമാലിക, സ്രഗ്ധര, ശാർദൂല വിക്രീഡിതം, പഞ്ചചാമരം. ഓപ്ഷൻസ്: വസന്തമാലിക, സ്രഗ്ധര, ശാർദൂല വിക്രീഡിതം, പഞ്ചചാമരം. ഓപ്ഷൻസ് ഞാൻ പറയുന്നതിൽ ശ്രദ്ധിച്ചാൽ മതി. തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ക്രമക്കേട് വന്നിട്ടുണ്ട്, പക്ഷേ ആൻസറിൽ ക്രമക്കേട് വന്നിട്ടില്ല.
അതുകൊണ്ട് ഓപ്ഷൻ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി സ്രഗ്ധര. അർദ്ധസമവൃത്തം ഏത്? സ്രഗ്ധര. ഇവിടെ 112 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരവുമാണ് തന്നിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ 113 മുതലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും തരുന്നതാണ്. ഇവിടെ ചില ചോദ്യങ്ങൾ കടത്തിയപ്പോൾ അതിൻ്റെ ഓപ്ഷൻസിലൊരു വ്യത്യാസം വന്നതുകൊണ്ടാണ് ബാക്കി ക്വസ്റ്റ്യൻസുകൾ ഞാൻ ഈ വീഡിയോയിൽ വായിക്കാത്തത്. അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് തരുന്നതാണ്. ഞാൻ പറഞ്ഞ ഓപ്ഷൻസുകളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. ഇതിലെഴുതി കാണിക്കുന്ന ചില ചോദ്യങ്ങളുടേത് അല്ല. ഓക്കെ, എല്ലാവരും കമൻറ്റുകൾ ഇടുക.